ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് പൂവടയാണ് കേട്ടോ. ഇലട എന്ന് പറയുക, അരിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനുള്ള സാധനങ്ങളാണിത്. പിന്നെ ഇതിന് ഈ കപ്പിലാണ് പൊടി. ഒന്നര കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത് കേട്ടോ. അരിപ്പൊടി ഏതും പറ്റും, പൊടിച്ചിടുന്ന പൊടിയാണ്. അതിനുള്ള സാധനങ്ങൾ തേങ്ങ ഒരു 1.5 മുറിയാണ് കേട്ടോ. ശർക്കര 4 അച്ച്, ഒരു 3 ഏലക്കായ്. ഇത് ചുടുവെള്ളമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം പറഞ്ഞിങ്ങനെ കുഴക്കണം. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് ഈ തേങ്ങയും ശർക്കര ഉരുക്കിയിട്ട് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊണ്ടുവരണം, ഏലക്കായൊക്കെ ഇട്ടുങ്ങാണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് തിളച്ചിട്ട് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഉരുക്കിയെടുക്കാണ്ട്. അപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ നല്ലോണം ഇതായി വന്നിട്ടുണ്ട്, ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് തീയൊന്ന് ഇതിലിടാം. സിമ്മിലിടണം കേട്ടോ തീ, അല്ലെങ്കിൽ പച്ച കണ്ട് കുറുകി പോവും. ഇതിലേക്ക് നമുക്ക് ഈ ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കൊടുക്കുക. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൊണ്ട് ഇതാവും കേട്ടോ, വെള്ളമൊക്കെ പറ്റിയതാവും. വെള്ളമല്ല, ശർക്കരയാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്കിയല്ലായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൂവട ഇലടി എന്ന് പറയാം. ഈ തന്നെയാണ് ഉണ്ടാക്കണത്, പക്ഷെ പൂവട എന്ന് പറയും. ഇനി നമുക്ക് പൂവട ഉണ്ടാക്കാൻ നോക്കട്ടോ. ചൂടാറിക്കോട്ടെ. എന്നാൽ ചൂട് കൊടുക്കാൻ ഇട്ടാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ കുറഞ്ഞ ചൂടിലേ പറ്റുള്ളൂ കേട്ടോ. പരത്തിയെടുക്കട്ടോ. ബോളെടുത്തിട്ട് നമുക്കൊന്ന് ഇതിമൊന്ന് വെല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. ഇല്ല കട്ടി വേണ്ടേന്, കുറച്ച് കട്ടി വേണേന് പൊട്ടി പോവാതെക്കാൻ. ഇനി നമുക്ക് തീയലേക്ക് വെച്ചിട്ട് കക്കട്ടയിലെ കല്ലോണം കഴുകി ഇതാക്കി വെച്ചതാണ്, തുടച്ച് വെച്ചതാണ് കേട്ടോ. ഫോർക്കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കൈ കൊണ്ട് പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആകുമ്പോൾ നല്ലോണം അമർന്ന് കിട്ടും, അതാണ്. ഇനി നമുക്കൊന്ന് ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കാം കേട്ടോ. നമുക്ക് മറ്റുള്ളതും കൂടിയും ബോൾ ചെയ്ത് കൊടുക്കാം. ഒരു ഗോതമ്പ് പൊടി ആയാൽ വലിയ രസമൊന്നും കിട്ടില്ല. കുറച്ച് അരിപ്പൊടിയും ചേർക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ആവിയിലാണ് ഇത് വേവിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഡ്ഡലി പാത്രത്തേക്ക് ഇറക്കി വെക്കാം. ഈ ഒരു രസം നേരം കഴിയാം. തിരിച്ച്
അപ്പോൾ നമ്മളെ ഇലയുടെയൊക്കെ എല്ലാം ഉഷാറായി ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ മാറ്റി കൊടുക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ സമയം ഇതായതുകൊണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നമുക്കും തരാം.